മഴ ശക്തമായതോടെ പരിയാരം പഞ്ചായത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. കൊടകര പഞ്ചായത്തിൽ ഒരു ക്യാമ്പും പ്രവർത്തനം ആരംഭിച്ചു. കൊടകര കാവിൽപ്പാടം പ്രദേശത്തെ 3 കുടുംബങ്ങളെയാണ് കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയത്. പരിയാരം പഞ്ചായത്തിൽ 3 ക്യാമ്പുകൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ പറഞ്ഞു. പരിയാരം സെന്റ് ജോർജ് സ്കൂൾ, കുറ്റിക്കാട് സ്കൂൾ, IHDP കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. മംഗലൻ കോളനി, കാഞ്ഞിരപ്പള്ളി, കമ്മളം എന്നിവിടങ്ങളിലുള്ളവരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. PVC പൈപ്പ് കമ്പനിയിൽ നിന്ന് പരിയാരം സ്കൂളിൽ, പരിയാരം പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട റോഡിലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവശത്തുള്ള വയലേലകളിലൊക്കെ നിറഞ്ഞ് വെള്ളം കവിഞ്ഞ് തൊട്ടടുത്തുള്ള ഏഞ്ചൽ ഹോംസിലൊക്കെ വീടുകളിൽ വെള്ളം കയറി അവരൊക്കെ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഇനി പോകുമ്പോൾ വെള്ളം തിരിച്ചു വരാനുള്ള പ്രയാസം അനുഭവപ്പെടും. പഞ്ചായത്തിൽ രക്ഷാദൗത്യ യോഗം നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിലെ 2 വാർഡുകളിലാണ് എല്ലാ വർഷവും വെള്ളം കയറുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ മഴക്കാലം വരുമ്പോൾ വെള്ളം കൂടുന്ന സംഭവങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ 2-3 വാർഡുകളിൽ ഉണ്ടാവാറുണ്ട്. അവരെ ക്യാമ്പിലേക്ക് പുനരധിവസിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിന് വേണ്ട നടപടികൾ ഭരണാധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം 3 ക്യാമ്പുകളാണ് നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. ഒന്ന് പരിയാരം സെന്റ് ജേബി സ്കൂളിലും, 2 കുറ്റിക്കാട് സ്കൂളിലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ IHDP കോളനി കമ്മ്യൂണിറ്റി ഹാളിലും നമ്മൾ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവിധ സന്നദ്ധ സംഘടനകളും നമ്മളിപ്പോൾ RRT ടീമിനൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ 10 മണിക്ക് തന്നെ നമ്മളൊരു രക്ഷാദൗത്യത്തിൻ്റെ ഒരു മീറ്റിംഗ് നമ്മൾ കൂടാൻ പഞ്ചായത്ത് തലത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മംഗലം കോളനി, അതുപോലെ തന്നെ നമ്മുടെ പരിയാരം, കമ്മളം, കാഞ്ഞിരപ്പള്ളി, ഡ്രീം വേൾഡിൻ്റെ ആ ഭാഗം എല്ലാവരും നമ്മൾ ഇന്നലെ രാത്രി തന്നെ മാറ്റാനുള്ള, വെള്ളം കൂടുന്നതിനനുസരിച്ചിട്ട് മാറ്റാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്.